ഫ്രണ്ട്സ്, കുറച്ച് കോവയ്ക്ക കിട്ടി. അപ്പം അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. നമുക്കൊരു മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് കരുതി. അപ്പം ഞാൻ അത് പെട്ടെന്നൊന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് മെഴുക്ക് പുരട്ടി പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് 4ആയിട്ട് കീറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പച്ചമുളകും കാന്താരിയും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മുടെ കോവയ്ക്ക ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ കോവയ്ക്ക റെഡിയായിട്ടുണ്ട്. കോവയ്ക്ക മെഴുക്ക് പുരട്ടി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എരിവിന് വേണ്ടി 2-3 പച്ചമുളക് അധികമായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. ഇനി നമുക്ക് മീൻ കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും ചെറിയ ഉള്ളിയും തക്കാളിയും മുരിങ്ങക്കായൊക്കെ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഒരു കുടംപുളി ഇട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മീനും ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചാൽ നമ്മുടെ ആ മീൻ കറി അവിടെ ഇരുന്ന് വെന്തോളും. പിന്നെ ഒരു കായും ഒരു ഉരുളക്കിഴങ്ങും കൂടെ കിട്ടി. അപ്പോൾ അതും കൂടെ വെച്ച് ഒരു അവിയലും കൂടെ തയ്യാറാക്കാമെന്ന് കരുതി. ഒരു ചെറിയ അവിയൽ, എല്ലാ പച്ചക്കറികളുമില്ല, ഉരുളക്കിഴങ്ങും 2 ഏത്തക്കായുമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയായിരുന്നു. അതും കൂടെ വെച്ചാൽ ഇന്നത്തെ ജോലികൾ കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുകയാണ്. എന്നിട്ട് ഇതിനുള്ള അരപ്പും കൂടെ തയ്യാറാക്കി വെന്തപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടാണ് ഞാൻ അരപ്പ് തയ്യാറാക്കി. അങ്ങനെ നമ്മുടെ അവിയലും മീൻ കറിയും റെഡിയായിട്ടുണ്ട്. പിന്നെ നാട്ടിൽ ഉത്സവമായിരുന്നു പിറ്റേ ദിവസം. അപ്പം അതിലെ ഫ്ലോട്ടൊക്കെയാണ് ഇത്.